ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. നിങ്ങൾക്കറിയായിരിക്കും നമ്മുടെ US ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ, അതായത് അമേരിക്കയിലത്തെ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ നമ്മുടെ സ്റ്റോക്ക് അതായത് US മാർക്കറ്റും അതുപോലെ തന്നെ USലത്തെ ക്രിപ്റ്റോ കറൻസി സംഭവങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ഇപ്പോൾ ബൂമായിട്ട് വരുന്നുണ്ട്. നിങ്ങൾ ഓൾറെഡി ഒരു US മാർക്കറ്റിലൊക്കെ എന്താ പറയുക ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയായിരിക്കും, അതുപോലെ തന്നെ ക്രിപ്റ്റോയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയായിരിക്കും നല്ല പോലെ ബൂമായി വന്നിട്ടുണ്ട്. അപ്പോൾ റീസെൻ്റ്ലി ഞാൻ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ ആക്ച്വലി ക്രിപ്റ്റോയിലും ചെയ്യുന്നുണ്ട്, US സ്റ്റോക്ക് മാർക്കറ്റിലും ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളിന്ന് പറയാൻ പോകുന്നത് നമ്മുടെ ക്രിപ്റ്റോൻ്റെ കുറിച്ചാണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയാം കുറേ ആപ്പുകൾ ഇന്ത്യയിൽ ബാൻ ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ക്രിപ്റ്റോയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഇന്ത്യയിലെ അക്സെപ്റ്റഡ് ആയിട്ടുള്ള ലൈസൻസ്ഡ് ആയിട്ടുള്ള ആപ്പ് മാത്രം യൂസ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. ഞാൻ യൂസ് ചെയ്യുന്ന ആപ്പ് എന്ന് പറയുന്നത് മഡ്രക്സ് എന്ന ആപ്പാണ്. ഇത് ആക്ച്വലി പ്രൊമോഷണൽ സംഭവമൊന്നുമല്ല, നമ്മൾ ഇത്ര കാലം യൂസ് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് പറയുന്നത്. പ്രൊമോഷണൽ സംഭവമൊന്നുമല്ല കേട്ടോ, നോട്ടുള്ള പ്രൊമോഷൻ. അപ്പോൾ നമ്മൾ നോർമലി പ്രൊമോഷൻസ് നമ്മൾ എടുക്കാറില്ല, എന്താ വെച്ചാൽ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. എൻ്റെ മെയിൻ ജോബൊന്നും അല്ലത്. അപ്പോൾ നമ്മൾ മാക്സിമം നമ്മൾ പ്രൊമോഷൻ എടുക്കാറില്ല. പിന്നെ അത്രയ്ക്കും നല്ല പ്രൊഡക്റ്റുകൾ അല്ലെങ്കിൽ കമ്പനിക്ക് ആണെങ്കിലും നമ്മൾ പ്രൊമോഷൻ എടുക്കാറില്ല കേട്ടോ. അപ്പോൾ മഡ്രക്സ് എന്ന് പറയുന്നത് ആക്ച്വലി ഇക്കണോമിക്സ് ടൈംസിൻ്റെ ഒക്കെ പാർട്ട്ണർഷിപ്പിലേക്ക് വരുന്ന ഒരു കമ്പനിയാണ്, ഇന്ത്യൻ ബേസ്ഡ് കമ്പനി തന്നെയാണ് മഡ്രക്സ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് അവരുടെ ആപ്പൊക്കെ നമുക്ക് iOS-ലായിക്കോട്ടെ എന്താ പറയുക ആൻഡ്രോയിഡിലായിക്കോട്ടെ എല്ലാത്തിലും അവൈലബിൾ ആണ്. ഞാൻ ആക്ച്വലി ഉപയോഗിക്കുന്നത് നമ്മുടെ iOS-ലാണ്. ഞാൻ നമ്മുടെ ആപ്പ് കാണിച്ചു തരാം. ഇതിൽ സെക്യൂരിറ്റി ലോഗിൻ ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് കാണിച്ചു തരാം. ഞാൻ ഒന്ന് ലോഗിൻ ആവട്ടെ. നിങ്ങൾക്ക് ഇവിടെ കാണുന്നതായിരിക്കും. ഇതാണ് എൻ്റെ മഡ്രക്സിൻ്റെ ഹോം പേജ് വരുന്നത്. നമ്മുടെ പോർട്ട്ഫോളിയോ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ആക്ച്വലി 2-3 കോയിൻസിൽ മാത്രമേ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളൂ. ഇതിന് മുമ്പ് എനിക്ക് കുറച്ചുകൂടി ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. ഞാൻ പക്ഷേ റീസെൻ്റ്ലി അതൊക്കെ സെൽ ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താ വെച്ചാൽ കുറച്ച് കാലങ്ങളായിട്ട് ക്രിപ്റ്റോ ഭയങ്കര ഇടിഞ്ഞെടുക്കുമായിരുന്നു. അപ്പോൾ കുറേ ഞാൻ സെൽ ഔട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ എല്ലാം ആക്ച്വലി ഒരു എന്താ പറയുക 10-20,000 രൂപയ്ക്കുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് മാത്രമേ ക്രിപ്റ്റോളുള്ളൂ കേട്ടോ. ബാക്കിയൊക്കെ നമ്മൾ സെയിൽ ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പക്ഷേ അത്യാവശ്യം നല്ല ബൂമായിട്ടുണ്ട്. ഇപ്പോൾ 2-3 ദിവസത്തിൽ ക്രിപ്റ്റോ കറൻസി ഒക്കെ ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ നോർമലി ചെയ്യാറുള്ളത് അഡാ കോയിൻസിലും അതുപോലെ തന്നെ ബിറ്റ് കോയിൻസിലും അതുപോലെ തന്നെ എന്താണ് വേറെ ഉണ്ടല്ലോ പേയാണെന്നല്ലോ ഒരു കുതിര കോയിൻ ഉണ്ട്. പക്ഷെ അത് ഇപ്പം അത്യാവശ്യം കയറി വരുന്നുണ്ട് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. ഇവിടെ പോയി എൻ്റെ പേര്. ഇവരുടെ മഡ്രക്സിൻ്റെ ഗുണം എന്ന് വെച്ചാൽ നമുക്കിതിൽ ഈ മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം ബക്കറ്റ്സ് ഓഫ് സ്റ്റോക്സ് ആയിരിക്കും. അതുപോലെ തന്നെ ഇവർ കുറേ കോയിൻ സെറ്റ്സ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഇറക്കിയിട്ടുണ്ട്. കണ്ടോ, ഇങ്ങനെ കുറേ കോയിൻ സെറ്റുകളുണ്ട്. നമുക്കിപ്പോൾ ഒരു കോയിനെ കുറിച്ച് അറിയില്ല, അതിൻ്റെ ഡീറ്റെയിൽ നമുക്ക് ഒരൊറ്റ കോയിനായിട്ട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ അറിയില്ലെങ്കിൽ ഇങ്ങനെ നിങ്ങൾക്ക് ഇതുപോലെ സെറ്റ് ഓഫ് കോയിൻസുകൾ ഫേമസ് ആയിട്ടുള്ള കോയിൻസുകളിൽ നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റില്ല. ഈസിയ പരിപാടിയാണ്. ഞാൻ ആക്ച്വലി ഇതിൽ SIP സംഭവമൊന്നും ചെയ്യുന്നില്ല. നമ്മൾ എല്ലാ മാസവും ഇടയ്ക്കിടയ്ക്ക് നമ്മൾ അതും കറക്റ്റായിട്ട് റെഗുലറായിട്ടൊന്നും ചെയ്യുന്നില്ല. നിങ്ങൾക്കറിയാം ക്രിപ്റ്റോയിൽ നമ്മുടെ എന്താ പറയുക റിസ്ക്കുകൾ കൂടുതലാണ്. അപ്പോൾ അങ്ങനെ നോക്കിയിട്ട് മാത്രം ഇൻവെസ്റ്റ് ചെയ്യാം. അല്ലാതെ ഭയങ്കര ഓവറായിട്ടുള്ള എമൗണ്ട് ഒന്നും ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാൻ റെക്കമെൻഡ് ചെയ്യില്ല. അല്ലെങ്കിൽ നമ്മൾ റെക്കമെൻഡേഷൻ സംഭവമൊന്നുമല്ല, ഞാൻ യൂസ് ചെയ്യുന്നത് പറഞ്ഞത് മാത്രം. എന്ന് വെച്ചാൽ നമുക്കറിയാം ഇപ്പോൾ സെബി നമുക്കിപ്പോൾ എന്തെങ്കിലും സ്റ്റോക്സോ സംഭവങ്ങളൊക്കെ റെക്കമെൻഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ആക്ച്വലി സെബി രജിസ്ട്രേഷൻ വേണം, ലൈസൻസ് വേണം. നമ്മൾ ആക്ച്വലി ഇത് ഞാൻ പറഞ്ഞല്ലോ ഫുൾ ടൈം സംഭവമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് രജിസ്ട്രേഷൻ. പക്ഷേ എനിക്ക് NSIM സർട്ടിഫിക്കേഷൻ സംഭവമൊക്കെ ഉണ്ട് കേട്ടോ മ്യൂച്വൽ ഫണ്ടിൻ്റെ. അപ്പോൾ അതിൻ്റെ സംഭവമൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ പോയി ഇത് നിങ്ങൾക്ക് ഇവിടെ കാണുന്നുണ്ടായിരിക്കും. ഞാൻ അത് കാണിച്ചിട്ടുണ്ട്. റീസൺ ടു ചൂസ് മഡ്രക്സ് ആയിട്ട് വരെ ആപ്പിളിനെ കാണിച്ചിട്ടുണ്ട്. ഇതെന്താ വെച്ചാൽ ഫണ്ട് ഇൻഷുർഡ് ആണ് ആൻഡ് ഗവൺമെൻറ് റെഗുലേറ്റഡ് ആണ്. അതുപോലെ തന്നെ ഇൻസൈറ്റ്ഫുൾ ഇൻഫർമേഷൻ അബൌട്ട് ഓൾ തിങ് ക്രിപ്റ്റോ. ഇവരെ കുറേ നോട്ടിഫിക്കേഷനും ന്യൂസുകളും സംഭവമൊക്കെ നമുക്ക് കാണിക്കുന്നത് പോലെ അത് കറക്റ്റ് തന്നെയാണ്. പിന്നെ ഡെപ്പോസിറ്റ് ആൻഡ് വിഡ്രോ ഇൻ ബോത്ത് ക്രിപ്റ്റോ ആൻഡ് ലോക്കൽ കറൻസി വിത്ത് എ വെറൈറ്റി ഓഫ് പേയ്മെൻറ്റ്. ഇത് ആക്ച്വലി ഇപ്പോൾ UPI പേയ്മെൻറ്റും വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് വിഡ്രോ ചെയ്യണമെങ്കിൽ നമുക്ക് എത്രയോ $5 അതിന് മിനിമം നമ്മുടെ വാലറ്റിൽ വന്നാൽ നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ നിങ്ങൾക്ക് എൻ്റെ അതൊക്കെ കാണിച്ചു തരാം. എനിക്കിതൊരു ഇഷ്യൂ വന്നിട്ടില്ല. ഇപ്പോൾ ആക്ച്വലി മഡ്രക്സ് ആൽഫ എന്ന് പറഞ്ഞൊരു അപ്ഗ്രേഡ് ഓപ്ഷൻ സംഭവമൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ ഇതൊരു നിർത്തില്ല. ഞാൻ ഫ്രീ അക്കൗണ്ട് തന്നെയാണ് എൻ്റെ, രണ്ട് വേറെ സെപ്പറേറ്റ് ഒന്നുമില്ല. നിങ്ങൾക്കിത് കാണാം. ഇതെല്ലാം USD-യിലാണ്. നമുക്കിത് ഇന്ത്യൻ കറൻസിയിലാക്കിയിട്ട് ഇടാമെന്ന് മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് വേറെ സംഭവമൊന്നുമില്ല. നിങ്ങൾക്ക് ഇവിടെ കാണുന്നതായിരിക്കും. കണ്ടോ, ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്ക് ഇവിടെ കാണുന്നത് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് കാണുന്നുണ്ട്. നിങ്ങൾക്ക് ക്രിപ്റ്റോ അല്ലെങ്കിൽ 500 രൂപയ്ക്ക് വാങ്ങിച്ചു. കാർഡിനോ ഞാൻ കോയിനാണ് ഞാൻ മെയിനായിട്ട് വാങ്ങിക്കുക. അഡാന്ന് പറഞ്ഞ കോയിനാണ്, നിങ്ങൾക്ക് അറിയിരിക്കും. ബിറ്റ് കോയിൻ ഇപ്പോൾ ഭയങ്കരമായിട്ട് കയറിയിട്ടുണ്ട്, അത് വേറെ കാര്യം. അതുപോലെ തന്നെ നമുക്ക് ഇത് കൂടെ ഫണ്ട് ഈ വാലറ്റിലേക്ക് ആഡ് ചെയ്തിട്ടാണ് നമ്മൾ വാങ്ങിക്കുക. അതുപോലെ തന്നെ ഈ വാലറ്റിലേക്ക് വന്നിട്ടാണ് നമ്മൾ വിഡ്രോ ചെയ്യുക കേട്ടോ. അപ്പോൾ വിഡ്രോ ചെയ്യേണ്ട കാര്യം ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് ഇവിടെ ഓപ്ഷൻ ഉണ്ട് കണ്ടോ, വിഡ്രോ ടു ബാങ്ക് കണ്ടോ. ഇതിൽ കാണിക്കുന്നുണ്ട് നമുക്ക് യു ക്യാൻ വിഡ്രോ മിനിമം ഓഫ് $6 അതായത് $6 ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് വിഡ്രോ ചെയ്യാം എന്നാണ് പറയുന്നത്. ഞാൻ എൻ്റെ ഇൻഡസ്ഇൻഡ് ബാങ്ക് ഡിലൈറ്റ് അക്കൗണ്ടാണ് അതിൽ കൊടുത്തേക്കുന്നത്. ഞാൻ ഇത് മുമ്പും വിഡ്രോ ചെയ്തിട്ടുണ്ട്. ഞാൻ വേണമെങ്കിൽ ഇത് കാണിച്ചത് അതിൻ്റെ ഹിസ്റ്ററി കാണിച്ചു തരാം. ഇതിന് മുമ്പ്
എന്താ പറയുക, കുറേ ഞാൻ പറഞ്ഞില്ലേ വേറെ കുറേ കോയിൻസുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതായത് ഞാൻ ആൻഡിൽ ഞാൻ പറഞ്ഞില്ലേ ഷിബു കോയിനാണ് പിന്നെ ഉള്ളത്. അത് പക്ഷെ ഇപ്പോൾ കൂടിയിട്ടുണ്ട്. എവിടെ ഞാൻ വിഡ്രോ ചെയ്തതിൻ്റെ ഇതാ കണ്ടു, ബാങ്ക് വിഡ്രോ കണ്ടു, നിങ്ങൾക്ക് ഇവിടെ കാണുന്നതിനായിരിക്കും. കണ്ടു ആപ്പിൽ 10,000 സംതിങ്. ഇതാ കാർഡിനോ സെല്ല് 10,000. അത് നമ്മുടെ ഇതിലേക്ക് വന്നു, വാലറ്റിലേക്ക് വന്നു. അതിന് ഞാൻ കണ്ടു വിഡ്രോ ചെയ്തു. അപ്പോൾ ഇത് ഒഫീഷ്യൽ ആപ്പാണ്. അല്ലാണ്ട് ഞാൻ നമുക്ക് സ്ക്രീൻഷോട്ട് ഇപ്പോൾ എന്ത് സുഖമായിട്ട് നമുക്ക് എന്തിൻ്റെ സ്ക്രീൻഷോട്ട് ഇവിടെ ഉണ്ടാക്കുന്ന ആപ്പുകളുണ്ട്. അപ്പോൾ സ്ക്രീൻഷോട്ട് ആരും വിശ്വസിക്കരുത്. ഇതുപോലെ തന്നെ എന്താ പറയുക, ഫൈനാൻസിൻ്റെ കുറേ ആൾക്കാർ ഇപ്പോൾ വീഡിയോ തുടങ്ങിയിട്ടുണ്ട്. വെച്ചാൽ അതിന് അത്യാവശ്യം വ്യൂവർഷിപ്പ് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് 10 പൈസ വിവരമില്ലാത്തവരും അതുപോലെ തന്നെ പ്രൊമോഷൻ കിട്ടിയിട്ടും എന്ന് വെച്ചാൽ നിങ്ങൾ ഇപ്പോൾ ഡെയിലി വ്ളോഗ്സ് ഒക്കെ ചെയ്യുന്നവർക്ക് അത്യാവശ്യം നല്ല വ്യൂവർഷിപ്പ് ഉണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ കമ്പനീസ് അവരെ കൊണ്ട് പ്രൊമോഷൻ ചെയ്യിപ്പിക്കുന്നത് വെച്ചാൽ അവർക്ക് വ്യൂവർഷിപ്പ് കിട്ടിയാൽ മതി. അല്ലാണ്ട് ഇപ്പോൾ അവർക്ക് ഇന്ന നല്ല ആൾക്കാർ വേണം സംഭവമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ കുറേ പേര് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് അവർ കാണിക്കുന്നത് മെയിൻ ഇത് ഈ സ്ക്രീൻഷോട്ട് പരിപാടികളായിരിക്കും. സ്ക്രീൻഷോട്ട് സംഭവമൊക്കെ നമുക്ക് സുഖമായിട്ട് ഇപ്പോൾ ഉണ്ടാക്കാൻ പറ്റുന്ന വെബ്സൈറ്റുകളുണ്ട്. അപ്പോൾ സ്ക്രീൻഷോട്ട് കണ്ടാലും ഒന്നും വിശ്വസിച്ചിട്ട് ഫൈനാൻസിൽ സംഭവം ചെയ്യരുത്. ബാക്കി എന്തുവേണം ചെയ്തോ, ഫൈനാൻസിൽ ചെയ്താൽ പണി കിട്ടും. എന്ന് വെച്ചാൽ മണി റിലേറ്റഡ് ആണ്. അപ്പോൾ എപ്പോഴും ചെയ്യുന്നുണ്ടെങ്കിൽ അത് എന്താ പറയുക, ക്വാളിഫൈഡ് ആൾക്കാരുടെ സംഭവങ്ങൾ മാത്രം കണ്ടിട്ട് ചെയ്യാട്ടോ. അല്ലെങ്കിൽ നിങ്ങളൊരു പേഴ്സണൽ ഫിനാൻസ് തന്നെ കാണുന്നത്. നമുക്കിപ്പോൾ നമ്മൾ ഡോക്ടറെ കാണാൻ പോലെ സംഭവങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ആപ്പ് കേട്ടോ. ഇത് ഞാൻ യൂസ് ചെയ്യുന്നതാണ്, കുറേ കാലമായിട്ട് ഇപ്പോൾ യൂസ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് ഞാൻ എന്തായാലും ഇതിൻ്റെ ഡയറക്റ്റ് റെഫർ ലിങ്ക് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഞാൻ ഉണ്ടോ റെഫർ യുവർ ഫ്രണ്ട് എന്നൊരു ഓപ്ഷൻ സംഭവങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് കേട്ടോ എൻ്റെ റെഫറൽ ത്രൂ ആപ്പ് എനിക്ക് ഫോൺ നമ്പർ കാണാനൊന്നും പറ്റില്ല. ജസ്റ്റ് ഞാൻ ലാസ്റ്റ് 4 ഡിജിറ്റ് മാത്രമേ കാണാത്തേ ഉള്ളൂ. അങ്ങനെ ഞാൻ റെഫർ ചെയ്യുന്നത്. അല്ലാണ്ട് ഇത് പ്രൊമോഷൻ സംഭവമൊന്നുമല്ല കേട്ടോ. ഡയറക്റ്റ് എന്താ പറയുക, അവരുടെ വെബ്സൈറ്റിൻ്റെ റെഫറൽ ലിങ്കാണ് നോർമലി നമ്മൾ ഷെയർ ചെയ്യുന്നത്. വെച്ചാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഓപ്പൺ ചെയ്യാനും സംഭവങ്ങളൊക്കെ പറ്റും. എന്ന് വെച്ചാൽ റെഫറൽ ത്രൂ ചെയ്യുമ്പോൾ അതൊരു പ്രയോറിറ്റി തന്നെയാണ്. നിങ്ങളത് ക്രെഡിറ്റ് കാർഡ് ആയിക്കോട്ടെ, ബാങ്ക് അക്കൗണ്ട് ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ. എന്നുവെച്ചാൽ അത് ഓൾറെഡി കസ്റ്റമറിൻ്റെ ത്രൂ ആണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പണ്ട് നമ്മൾ കേട്ടിട്ടില്ലേ, ബാങ്ക് അക്കൗണ്ട് തുറക്കണമെങ്കിൽ നിങ്ങൾ ഓൾറെഡി ഒരു അക്കൗണ്ടിൽ ആരെങ്കിലും പരിചയപ്പെടുത്താനൊക്കെ പറഞ്ഞിട്ട് അതേ പരിപാടി തന്നെ കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മട്രക്സിൻ്റെ ആപ്പ് എൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. ആരെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് തുടങ്ങാൻ മറക്കണ്ട. KYC നിർബന്ധമാണ് കേട്ടോ. അത് ഇപ്പോൾ എല്ലാത്തിലും ഇപ്പോൾ KYC നിർബന്ധമാണ്. ആധാർ കാർഡ്, പാൻ കാർഡ് സംഭവങ്ങളൊക്കെ വേണം. അപ്പോൾ വൈൻഡപ്പ് ചെയ്യാം. അടുത്ത വീഡിയോ കാണാം. ബൈ. നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജിലും ടെലിഗ്രാം ചാനൽ അവൈലബിൾ ആണ്. ഫോളോ ചെയ്യാൻ മറക്കണ്ട.